രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ ഞാൻ മീനും എടുത്തുകൊണ്ട് അങ്ങ് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവമാണ്. ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഫുഡ് ഏട്ടന്റെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ പിന്നെ ഈ മീൻകറി വെക്കുന്നത് എന്തിനാന്നല്ലേ, രാവിലെ അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡലി സാമ്പാറും എന്ന് പറഞ്ഞപ്പോൾ തന്നെ പീലി എന്നോട് പറഞ്ഞു അവർക്ക് ചോറും മീൻകറിയും മതിയെന്ന്. അത് മാത്രമല്ല അവിടുന്ന് സ്പെഷ്യലായിട്ട് ചിക്കനാണ്. അത് മാത്രമല്ല ഏട്ടനും ചിക്കൻ കറിയൊക്കെ കൂടുതൽ ഇഷ്ടം മീൻകറിയാണ് കേട്ടോ. ഇന്ന് മോളുടെ ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അതിനിടയ്ക്ക് ഞാൻ ഒരു സന്തോഷ വാർത്ത പറയട്ടെ, എന്റെ മോണിറ്റൈസേഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞ് എനിക്ക് ഗൂഗിളിൽ നിന്ന് പിൻ നമ്പർ വന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഏട്ടന്റെ വീട്ടിൽ പോയി നല്ല ചൂട് ഇഡ്ഡലി സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പീലിയുടെ ചെവിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ചിക്കനും വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് വന്നു. തിരിച്ചു വരുന്ന വഴിക്ക് റോഡ് മൊത്തം ഒരുക്കങ്ങളും ഫ്ലോട്ടും ആകെ മൊത്തം ഒരു ബഹളം തന്നെ ആയിരുന്നു. ഉത്സവം ആയതുകൊണ്ട് ഉച്ചയായപ്പോൾ തന്നെ കറണ്ട് ഒക്കെ ഓഫ് ചെയ്തുകൊണ്ട് കുക്ക് ചെയ്ത കാര്യങ്ങളോ കഴിച്ച കാര്യങ്ങളോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഒരുങ്ങി നേരെ അങ്ങ് അമ്പലത്തിലോട്ട് പോയി. 8 കൊല്ലമായിട്ട് നിർത്തി വെച്ചിരുന്ന ഉത്സവമായതുകൊണ്ട് തന്നെ ഇക്കൊല്ലം നിറയെ ഫ്ലോട്ടുകളും ആനയും രൂപങ്ങളും വിളക്കും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഉത്സവം ആഘോഷിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.